അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ് ഫമൻ യക്ഫുർ ബിത്വാഗൂതി വയുഅ്മിൻ ബില്ലാഹി ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുത്ഖ ലാ ഇൻഫിസാമ ലഹാ വല്ലാഹു സമീഉൻ അലീം. സദഖല്ലാഹുൽ അലിയുൽ അലീം. കഴിഞ്ഞ 2 ക്ലാസ്സുകളും ആയത്തുൽ കുർസിയെക്കുറിച്ചായിരുന്നു. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം. ഹയ്യും ഖയ്യൂമുമായ അല്ലാഹുവല്ലാതെ ഇലാഹില്ല. അവനെ മയക്കം ബാധിക്കുന്നില്ല, ഉറക്കം ബാധിക്കുന്നില്ല. ആകാശഭൂമികളിലുള്ളതൊക്കെ അവൻ്റെതാണ്. അവൻ്റെ അടുക്കൽ ശുപാർശ ചെയ്യാൻ ആർക്കും കഴിയില്ല അവൻ അനുവാദം നൽകാതെ. കാരണം അവനാണെല്ലാം അറിയുന്നത്. അവൻ നൽകിയ ഇൽമു മാത്രമേ ബാക്കി എല്ലാ ആളുകൾക്കുമുള്ളൂ. അവൻ്റെ കുർസി, അവൻ്റെ സിംഹാസനം, അത് ആകാശഭൂമികൾ മുഴുവൻ വ്യാപിച്ചതാണ്. അതിൻ്റെ സംരക്ഷണം അവനെ ക്ഷീണിപ്പിക്കുന്നില്ല. അവൻ അലിയാണ്, അലീമാണ് എന്ന കാര്യങ്ങളൊക്കെയാണ് ആയത്തുൽ കുർസിയിൽ നമ്മൾ വിശദീകരിച്ചത്. അള്ളാഹുവിൻ്റെ വളരെ സവിശേഷമായിട്ടുള്ള ഒരു സിഫത്തായ അൽ ഹയ്യനെക്കുറിച്ച് നമ്മൾ നന്നായിട്ട് വിശദീകരിച്ചു. അവൻ ജീവിപ്പിക്കുന്നവനാണ്, അവൻ സ്വയം ജീവനുള്ളവനാണ്. ജീവൻ എന്താണ്, ജീവിപ്പിക്കൽ എന്താണ് എന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാണ്. അള്ളാഹു തന്നെ ഈ സൂറയിൽ പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെടുന്നവരെക്കുറിച്ച് നിങ്ങൾ മരിച്ചവരെന്ന് പറയരുത്, യഥാർത്ഥത്തിൽ അവർ ജീവിക്കുന്നവരാണ്. അതുപോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞിരുന്നു കുറച്ചു മുമ്പ്. ആയിരക്കണക്കിനുണ്ടായിട്ടും വീടുകൾ വിട്ടുപോയ ആളുകൾ, മരണഭയത്താൽ വിട്ടുപോയ ആളുകൾ, അവരുടെ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ വിധിയുണ്ടായത് മൂത്തു എന്നുള്ളതാണ്. നിങ്ങൾ മരിച്ചുകൊള്ളൂ എന്നതാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിയലിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞത് മരണമാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടലും കൊല്ലപ്പെടലും അത് ജീവിതമാണ്. അള്ളാഹു ജീവിപ്പിക്കുന്നവനാണ്, സ്വയം ജീവനുള്ളവനാണ്. ഈ സൂറയിൽ തന്നെ ഒരുപാട് സ്ഥലത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സൂറയുടെ ആദ്യ ഭാഗത്ത് ബനു ഇസ്രായേലരെ പുതിയ ശരീഅത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ ചരിത്രത്തിൽ നിന്നുള്ള അനേക സംഭവങ്ങൾ പറഞ്ഞു. അവരുടെ പ്രവാചകന്മാരോട് അവരനുവർത്തിച്ച നയത്തെക്കുറിച്ച് പറഞ്ഞു. പുതിയ പ്രവാചകരോട് അവർ കാണിക്കുന്ന സമീപനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞതിന് ശേഷം അള്ളാഹു ഖിബില മാറ്റത്തെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ അള്ളാഹു പറഞ്ഞു, വകദാലിക ജഅൽനാക്കും ഉമ്മത്തൻ വസത്തൻ, നിങ്ങളെ ഒരു ബെസ്റ്റ് ഉമ്മത്താക്കിയിരിക്കുന്നു. ലിതകൂനു ശുഹദാ അലന്നാസ്, ജനങ്ങൾക്ക് സാക്ഷികളാകാൻ വേണ്ടിയിട്ട്. വയക്കൂന റസൂൽ അലൈക്കും ഷഹീദ, പ്രവാചകർ നിങ്ങൾക്ക് സാക്ഷികളാകാനും. അങ്ങനെ പ്രവാചകൻ സാക്ഷികളായിക്കൊണ്ടും ഈ ജനത മൊത്തം ജനങ്ങൾക്ക് സാക്ഷികളായിക്കൊണ്ടും അള്ളാഹു ഒരു പുതിയ ഉമ്മത്തിനെ, പുതിയ ഒരു കമ്മ്യൂണിറ്റിയെ അള്ളാഹു കൊണ്ടുവരികയാണ്. പിന്നീടാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പോരാട്ടത്തെക്കുറിച്ചൊക്കെ പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനു ബിസ്സബ്രി വസ്വലാ, നിങ്ങൾ സ്വബിറു കൊണ്ടും സ്വലാത്ത് കൊണ്ടും സഹായം തേടുക എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞത് വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത്ത്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെക്കുറിച്ച് നിങ്ങൾ മരിച്ചവരാണ് എന്ന് പറയരുത് എന്നാണ്. ബൽ അഹിയാവും, പക്ഷെ അവർ ജീവിക്കുന്നവരാണ്. വലാക്കിൻ ലാ തശഊറുൻ, പക്ഷേ നിങ്ങൾ അതിനെക്കുറിച്ച് അവെയറല്ല, നിങ്ങൾ കോൺഷ്യസ് അല്ല. പിന്നെ 190-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു വഖാത്തിലു ഫീ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യൂ. അല്ലദീന യുഖാത്തിലൂനക്കും, നിങ്ങളോട് യുദ്ധം ചെയ്തവരോട്. വലാ തഅതദു, നിങ്ങൾ പരിധി ലംഘിക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, പരിധി ലംഘിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. 216-ാമത്തെ ആയത്തിൽ അള്ളാഹു വീണ്ടും പറയുന്നത് കുത്തിബ അലൈക്കുമുൽ ഖിതാൽ, നിങ്ങൾക്ക് യുദ്ധം നിയമമാക്കിയിരിക്കുന്നു. വഹുവ ഖുർഉൻ ലക്കും, അനിഷ്ടകരമാണ് നിങ്ങൾക്ക്. മുനാഫിക്കുകളെ അഭിസംബോധന ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ ഇൻഫ്ലുവൻസിലുള്ള ആളുകളെ അഭിസംബോധന ചെയ്തിട്ടാണ് ആ ഭാഗത്ത് പറയുന്നത്. നിങ്ങൾക്ക് അനിഷ്ടകരമാണെങ്കിലും നിങ്ങൾക്കത് നിയമമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പോരാട്ടത്തെക്കുറിച്ച് ഈ സൂറയിൽ പലയിടങ്ങളിലായിട്ട് പറയുന്നുണ്ട്. ബനു ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ അവരുടെ പ്രവാചകരും രാജാക്കന്മാരും ചേർന്നുകൊണ്ട് ഫസാദിനെതിരെ യുദ്ധം ചെയ്ത കാര്യമൊക്കെ പറഞ്ഞതിന് ശേഷം പറഞ്ഞിരുന്നു, തിൽക്ക ആയാത്തുല്ലാഹി നത്ലുഹ അലൈക ബിൽ ഹഖ് വഇന്നക ലമിനൽ മുർസലീൻ, താങ്കളും ഒരു പ്രവാചകനാണ്, അതുകൊണ്ട് താങ്കളും ഫസാദിനെതിരെ യുദ്ധം ചെയ്യുക എന്നുള്ളത് ഒരു അസ്വാഭാവികമായ കാര്യമല്ല എന്ന രീതിയിൽ പറഞ്ഞിരുന്നു. അതിനൊക്കെ ശേഷമാണ് ആയത്തുൽ കുർസി വന്നത്. അതിനുശേഷമുള്ള ആയത്തിൽ ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ യാതൊരു ഇക്റാഹുമില്ല എന്നാണ് പറയുന്നത്. ഇക്റാഹ് എന്ന് പറഞ്ഞാൽ
നിർബന്ധം ചെലുത്തുക, ഫോഴ്സ് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. നേരത്തെ ഖിത്താലുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ 216 ആയത്ത് കുത്തിബ അലൈക്കുമുൽ ഖിത്താലു വഹുവ കുർഹുൻ ലക്കും, നിങ്ങൾക്ക് ഖിത്താല് നിയമമാക്കിയിരിക്കുന്നു, വഹുവ കുർഹുൻ ലക്കും, അത് നിങ്ങൾക്ക് അനിഷ്ടകരമാണ്. അവിടെ പ്രയോഗിച്ചിരിക്കുന്ന വാക്ക് കുർഹുൻ എന്നുള്ള വാക്ക്, അതിൽ നിന്ന് തന്നെയാണ് ഇക്റാഹ് എന്ന വാക്കുണ്ടാകുന്നത്. ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് ഈ വാക്ക് വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ആലു ഇമ്രാനിൽ അഫഗൈറ ദീനില്ലാഹി യബ്ഗൂന, അള്ളാഹുവിൻ്റെ ദീനല്ലാത്ത വല്ലതുമാണോ അവർ തേടുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് പറയുന്നത് വലഹു അസ്ലമ മംഫി സമാവാത്തി വല്ലർള്, ആകാശങ്ങളിലും ഭൂമിയിലുള്ളത് മുഴുവനും അവന് സമർപ്പിച്ചിരിക്കുന്നു. തൗഅൻ വ കർഹൻ, അത് വില്ലിംഗ്ലി, തൗഅൻ സ്വമേധയാ സമർപ്പിച്ചിരിക്കുന്നു, വ കർഹൻ അല്ലെങ്കിൽ സ്വമേധയാ അല്ലാതെ നിർബന്ധം ചെലുത്തപ്പെട്ട രീതിയിൽ ഫോഴ്സ് ചെയ്യപ്പെട്ട ഒരവസ്ഥയിലും അത് അനുസരിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്ന കർഹൻ സ്വമേധയാ അല്ലാതെ അൺവില്ലിംഗ്ലി എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ കർഹൻ. അതുപോലെ മാതാപിതാക്കളോട് എഹ്സാൻ ചെയ്യാൻ വേണ്ടി പറയുന്ന ഒരു സ്ഥലത്ത് വസ്വൈനൽ ഇൻസാന ബിവാലിദൈനി എഹ്സാന എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്നത് ഹമലത്തുഹു ഉമ്മുഹു, അവൻ്റെ ഉമ്മ അവനെ ഗർഭം ധരിച്ചു, അവനെ ചുമന്നു നടന്നു, കുർഹൻ പ്രയാസത്തോടെ, വലഅത്തുഹു കുർഹ, അവനെ പ്രസവിച്ചതും വളരെ പ്രയാസത്തോടെയാണ്. ഇങ്ങനെ കുർഹൻ എന്നുള്ള വാക്ക്, പ്രയാസം എന്നുള്ള വാക്ക് ഗർഭധാരണത്തെയും പ്രസവത്തെയും കുറിക്കാനും വന്നിരിക്കുന്നു. ഇവിടെ ഈ ആയത്തിൽ പറയുന്നത് ലാ ഇക്റാഹ, പ്രയാസപ്പെടുത്തലില്ല, നിർബന്ധം ചെലുത്തലില്ല, ബലാത്കാരമില്ല, ഫിദ്ദീൻ, ദീനിൻ്റെ വിഷയത്തിൽ. ഖിത്താലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഖിത്താല് നിർബന്ധം ചെലുത്താൻ വേണ്ടിയല്ല, ആരെയും നിർബന്ധപൂർവം വിശ്വസിപ്പിക്കാൻ വേണ്ടിയല്ല, അത് ഫസാദിനെതിരെയാണ്, അക്രമം ചെയ്ത ആളുകൾക്കെതിരെയാണ്, സ്വതന്ത്രമായിട്ട് അള്ളാഹുവിൻ്റെ ദീൻ പ്രാവർത്തികമാക്കാൻ, അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കാൻ സമ്മതിക്കാത്ത ആളുകൾക്കെതിരെയാണ് ഖിത്താലൊക്കെ അള്ളാഹു പറഞ്ഞത്. ആരെയും നിർബന്ധിച്ചുകൊണ്ട് അള്ളാഹുവിൽ വിശ്വസിപ്പിക്കുകയോ അള്ളാഹുവിൻ്റെ ദീൻ അനുസരിപ്പിക്കുക എന്നുള്ളതോ അള്ളാഹുവിൻ്റെ രീതിയിൽപ്പെട്ടതല്ല. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ യാതൊരു ഇക്റാഹുമില്ല. ഖത്തബയ്യന റുഷ്ദു മിനൽ ഗയ്യ്, റുഷ്ദ് ഗയ്യിൽ നിന്ന് വളരെ വ്യക്തമാണ്. റുഷ്ദും ഗയ്യും ഓപ്പോസിറ്റായിട്ടുള്ള വാക്കുകളാണ്. റുഷ്ദ് എന്ന് പറഞ്ഞാൽ വകതിരിവ്, സന്മാർഗം എന്നൊക്കെയാണ് അർത്ഥം. ഈ സൂറയിൽ തന്നെ 186 ആയത്തിൽ വൈദാ സഅലക ഇബാദി അന്നി, എൻ്റെ അബ്ദുകൾ എന്നെക്കുറിച്ച് ചോദിച്ചാൽ എന്ന് പറയുന്ന ആയത്തിൻ്റെ അവസാനം പറയുന്നത് വൽ യുഅ്മിനു ബി, അവർ എന്നിൽ വിശ്വസിക്കട്ടെ, ലഅല്ലഹും യർഷുദൂൻ, അവർ സന്മാർഗം പ്രാപിച്ചേക്കാം. സുവ്യക്തമായ വഴിക്കാണ്, അല്ലെങ്കിൽ നല്ല വകതിരിവിനാണ് അങ്ങനെ പറയുക. സൂറ നിസായിൽ യത്തീമുകളെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ ധനം, അവരിൽ നിങ്ങൾ റുഷ്ദ് കാണുകയാണെങ്കിൽ അവർക്ക് തിരിച്ചു കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. ധനം നിങ്ങൾ സംരക്ഷിക്കുമ്പോൾ അബ്തലുൽ യത്താമ ഹത്ത ഇദാ ബലഗുൻ നിക്കാഹ, അവർക്ക് നിക്കാഹിൻ്റെ പ്രായം എത്തിയോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. ഫൈൻ ആനസ്തും മിൻഹും റുഷ്ദൻ, അവരിൽ നിങ്ങൾ റുഷ്ദ് കാണുകയാണെങ്കിൽ, അഥവാ അവരിൽ നിങ്ങൾ വകതിരിവ് കാണുകയാണെങ്കിൽ, അവർക്ക് നല്ല ബോധം കാണുകയാണെങ്കിൽ നിങ്ങൾ അവർക്ക് ധനം തിരിച്ചു കൊടുക്കണം എന്ന് പറയുന്ന സ്ഥലത്ത് പ്രയോഗിച്ചിരിക്കുന്ന വാക്ക് റുഷ്ദ് എന്നാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഗയ്യ് എന്നുള്ള വാക്ക്. ഗയ്യ് എന്ന വാക്കുണ്ടായിരിക്കുന്നത് ഗവ എന്ന വാക്കിൽ നിന്നാണ്. ഗവ യഗ്വി. പരിശുദ്ധ ഖുർആനിൽ സൂറ നജ്മിൽ മാ ലല്ല സാഹിബുക്കും വമാ ഗവ, നിങ്ങളുടെ കൂട്ടുകാരൻ വഴിതെറ്റിയിട്ടില്ല, വമാ ഗവ, അവന് വീക്ഷണത്തിൽ, അവൻ്റെ വിശ്വാസത്തിൽ വ്യതിചലനവും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. തെറ്റായ വിശ്വാസങ്ങൾ, അന്ധമായ വിശ്വാസങ്ങൾ, അതുപോലെ വീക്ഷണത്തിൽ വ്യക്തതയില്ലായ്മ, അതൊക്കെയാണ് ഗവ എന്ന വാക്കിൻ്റെ അർത്ഥം. അതാണ് ഗയ്യ് എന്ന വാക്കുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. റുഷ്ദ് ഏറെക്കുറെ സന്മാർഗത്തിന് തുല്യമായിട്ടുള്ള പദമാണ്. ഗയ്യ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുർമാർഗം അല്ലെങ്കിൽ അന്ധവിശ്വാസം, അതിനൊക്കെ തുല്യമായിട്ടുള്ളൊരു വാക്കാണ്. അള്ളാഹു പറയുന്നത് യഥാർത്ഥ വിശ്വാസവും തെറ്റായ വിശ്വാസങ്ങളും, സന്മാർഗവും ദുർമാർഗവും, ഇതൊക്കെ വളരെ വ്യക്തമാണ്. ഖത്തബയ്യന, നന്നായിട്ട് സ്പഷ്ടമാക്കപ്പെട്ടിരിക്കുന്നു, വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ദീനിൽ ഇനി യാതൊരു ബലാത്കാരവുമില്ല. ഫമൻ യക്ഫുർ ബി താഗൂത്ത്, താഗൂത്തിനെ ആരെങ്കിലും തള്ളിക്കൊണ്ട് അതിനെ അവിശ്വസിച്ചുകൊണ്ട് വയുമിൻ ബില്ല, അള്ളാഹുവിൽ ട്രസ്റ്റ് ഉള്ളവരാവുകയാണെങ്കിൽ ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖ, അവർ പിടിച്ചിരിക്കുകയാണ്, ഫലമായിട്ട് പിടിച്ചിരിക്കുകയാണ്, ബിൽ ഉർവത്തിൽ വുസ്ഖ, നല്ല ബലിഷ്ഠമായിട്ടുള്ള ഒരു പിടിയെ അവർ പിടിച്ചിരിക്കുകയാണ്. ഉർവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടി എന്നാണ് അർത്ഥം. ബക്കറ്റിൻ്റെയോ ജഗ്ഗിൻ്റെയൊക്കെ പിടിക്കാണ് പറയുക.
ലം ഫിസ്വാമലഹ, അതിന് പൊട്ടിപ്പോവലില്ല, അത് ഒടിഞ്ഞു പോകലില്ല, അഥവാ മുറിഞ്ഞു പോവുകയില്ല. 2 പാർട്ടായിട്ട് ജുസ് ആയിട്ട് മുറിയുന്നതിനല്ല ഇൻഫിസ്വാം എന്ന് പറയുന്നത്. ജുസ് ആകാതെ തന്നെ അത് ശോഷിച്ചു പോവുക, ദുർബലപ്പെട്ടു പോവുക, അങ്ങനെ ഒന്നുമില്ല അതിന്. വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു പിടിയാണത്. അതിലവർ പിടിച്ചിരിക്കുകയാണ്. കാരണം അവർ അള്ളാഹുവിലാണ് ട്രസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവർ താഗൂത്തിനെ തള്ളിയിരിക്കുകയാണ്, അതിനെ അവോയ്ഡ് ചെയ്തിരിക്കുകയാണ്, അതിനെ നിസ്സാരവൽക്കരിച്ചിരിക്കുകയാണ്, അതിനെ അവർ അവിശ്വസിച്ചിരിക്കുകയാണ്. ത്വാഗൂത്ത് എന്നുള്ള വാക്കുണ്ടാകുന്നത് ത്വഗ എന്ന വാക്കിൽ നിന്നാണ്. ത്വഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിരി ലംഘിച്ചു എന്നാണ് അർത്ഥം. പരിധി ലംഘിക്കുന്നതിനാണ് ത്വഗ എന്ന് പറയുക. മൂസ അലൈഹിസ്സലാമിനോട് ഫിർഔൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി പറയുമ്പോൾ അള്ളാഹു പറയുന്നുണ്ട്, ഇന്നഹു ത്വഗ, ഇദ്ഹബ് ഇലാ ഫിർഔന, ഫിർഔനിലേക്ക് നീ പോവുക, ഇന്നഹു ത്വഗ, അവൻ പരിധിയൊക്കെ ലംഘിച്ച ഒരു താന്തോന്നിയായിരിക്കുന്നു എന്ന് പറയുന്നു. അതുപോലെ മഴ പെയ്തിട്ട് വെള്ളം ഒരുപാട് അധികരിച്ചതിനെക്കുറിച്ച് പറയുമ്പോൾ, നൂഹ് നബിയുടെ കാലത്തുള്ള പ്രളയത്തെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹു പറയുന്നത്, ഇന്നാ ലമ്മ ത്വഗൽ മാഉ, വെള്ളം ഒരുപാട് പരിധി വിട്ടപ്പോൾ, ഹമൽനാക്കും ഫിൽ ജാരിയ, നിങ്ങളെ നാം ഒരു കപ്പലിൽ കയറ്റിയെന്നാണ്. ഇങ്ങനെ പരിധി ക്രോസ് ചെയ്യുക, ലിമിറ്റ് ക്രോസ് ചെയ്യുക എന്നുള്ളതാണ് ത്വഗ എന്ന വാക്കിൻ്റെ അർത്ഥം. അതിൽ നിന്നാണ് ത്വാഗൂത്ത് എന്ന വാക്കുണ്ടാകുന്നത്. പരിധി ലംഘിക്കുന്ന, ലിമിറ്റ് ക്രോസ് ചെയ്യുന്ന എല്ലാ ആളുകൾക്കും എല്ലാത്തിനും ആ വാക്ക് ഉപയോഗിക്കാം. പക്ഷേ ഖുർആനിൽ ത്വാഗൂത്ത് എന്നുള്ള വാക്ക് ഇബാറത്തുൻ അൻ കുല്ലി മഅബൂദി മിൻ ദൂനില്ല, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന എല്ലാത്തിനും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അള്ളാഹുവിന് പുറമെ ആരാധനകൾ അർപ്പിക്കുന്ന, ആരുടെയൊക്കെ മുമ്പിൽ ജനങ്ങൾ സുജൂദ് ചെയ്യുന്നുണ്ടോ, ആരെയൊക്കെ ദൈവത്തെപ്പോലെ കാണുന്നുണ്ടോ, അങ്ങനത്തെ രാജാക്കന്മാരായാലും ഇനി അങ്ങനത്തെ പ്രതിമകളായാലും ഇനി അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകളായാലും അതിനെയൊക്കെ താഗൂത്ത് എന്ന് പറയും. ഇബിലീസിനും ഷെയ്ത്താനും ഒക്കെ താഗൂത്ത് എന്ന വാക്കുപയോഗിക്കും. അപ്പോൾ അവർ താഗൂത്തിൽ കുഫർ ചെയ്തിരിക്കുകയാണ്. താഗൂത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത മഅബൂദുകളാണ്. അതിനെ അവിശ്വസിച്ചിരിക്കുകയാണ്, അള്ളാഹുവിൽ ട്രസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ അള്ളാഹുവിൽ ട്രസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലിഷ്ഠമായ ഒരു പിടിയിൽ അവർ പിടിക്കലാണ്. അതിന് യാതൊരു പൊട്ടിപ്പോകലുമില്ല. വല്ലാഹു സമീഉൻ അലീം, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. തുടർന്ന് അള്ളാഹു പറയുന്നു, അള്ളാഹു വലിയുല്ലദീന ആമനു, അള്ളാഹു ഈമാനുള്ള ആളുകളുടെ വലിയാണ്. വലിയെന്ന് പറഞ്ഞാൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, സംരക്ഷിക്കുന്ന, സുഹൃത്ത് എന്നാണ് അർത്ഥം. അള്ളാഹു സംരക്ഷകനും സുഹൃത്തുമാണ്. അവനിൽ ട്രസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ സംരക്ഷകനാണ്, ഉറ്റമിത്രമാണ്. യുഖ്രിജുഹും മിനൽ ദുലുമാത്തി ഇലന്നൂർ, അവരെ അന്ധകാരങ്ങളിൽ നിന്നും അവൻ പുറത്തു കൊണ്ടുവരുന്നു, ഇലന്നൂർ, പ്രകാശത്തിലേക്ക് കൊണ്ടുവരുന്നു, അന്ധകാരങ്ങളിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നു. അതിന് നേരെ വിപരീതമായിട്ട് വല്ലദീന കഫറു, നിഷേധിച്ച ആളുകൾ, ഔലിയാഹുമു താഗൂത്ത്, അവരുടെ സംരക്ഷകർ, അവരുടെ ഉറ്റമിത്രം അത്താഗൂത്താണ്. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവരായ വസ്തുക്കളും അതുപോലെ പിശാചുമൊക്കെയാണ് അവരുടെ ഔലിയ, അവരുടെ പ്രൊട്ടക്റ്റേഴ്സ്. പിശാചുക്കളും പിശാചുക്കളുടെ സ്വാധീനത്താലുള്ള നേതാക്കളും ഒക്കെയാണ് അവരുടെ വലിയ. അവരെന്താണ് ചെയ്യുന്നത്? യുഖ്രിജൂനഹും മിനൻ നൂരി ഇലൽ ളുലുമാത്ത്, നൂറിൽ നിന്ന് അവരെ കൊണ്ടുപോവുകയാണ് ളുലുമാത്തിലേക്ക്, അന്ധകാരത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. വെളിച്ചത്തിൽ നിന്നും ഇരുട്ടിലേക്കാണ് അവർ കൊണ്ടുപോകുന്നത്. ഉലായിക സുഹാബുന്നാർ, അവർ നരകത്തിൻ്റെ ആളുകളാണ്. ഹും ഫിയ ഖാലിദൂൻ, അതിലവർ ദീർഘവാസികളായിരിക്കും. ഖുർആനിൽ ഹയ്യ് എന്താണ്, അതുപോലെ ജീവിപ്പിക്കൽ എന്താണ് എന്നതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ വിശദീകരിച്ചതാണ്. അള്ളാഹു ജീവൻ നൽകുന്നവനാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു പ്രകാശം നൽകുന്നവനാണ്. അതുപോലെ മരണമെന്ന് പറയുന്നത് സാധാരണ അർത്ഥത്തിലുള്ള ബയോളജിക്കൽ ഡെത്തല്ല, മോറലി സ്പിരിച്വലിയുള്ള തകർച്ചയാണ്. ഖുർആനിൽ നൂറ് നഷ്ടപ്പെടലാണ്, അന്ധകാരത്തിലകപ്പെടലാണ് മരണം. അള്ളാഹുവിൻ്റെ പ്രധാനപ്പെട്ട ഒരു സിഫത്തിനെക്കുറിച്ച് പറഞ്ഞു, അൽ ഹയ്യ്. അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യ്, അൽ ഹയ്യായ അള്ളാഹു എന്ന് പറഞ്ഞു. അതുകൊണ്ട് അള്ളാഹു പറയുകയാണ്, അവൻ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുന്നവനാണ്. ഖുർആനിൽ മറ്റൊരിടത്ത് പറയുന്നത് പോലെ, അവമങ്കാന മൈത്തൻ ഫഹിയൈനാഹു വജഅൽനാ ലഹു നൂറൻ, ഡെഡായ ഒരുത്തൻ, അവനെ നാം ജീവിപ്പിച്ചു, എന്നിട്ടവന് പ്രകാശം നൽകി. വയംഷി ബിഹി ഫിന്നാസ്, ആ പ്രകാശവുമായിട്ട് ജനങ്ങൾക്കിടയിലൂടെ അവൻ നടക്കുകയാണ്, ജീവിക്കുകയാണ്. കമൻ മസലുഹു ഫിൽ ളുലുമാത്തി ലൈസ ബി ഖാരിജി മിൻഹ,
പുറത്തു കടക്കാൻ പറ്റാത്ത അന്ധകാരത്തിൽ അകപ്പെട്ടവനെ പോലെയാണോ? അള്ളാഹു ജീവിപ്പിക്കുന്നവനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോറലി സ്പിരിച്വലി ഡിക്ലൈൻ ആയിട്ടുള്ള ആളുകൾക്ക് നൂറ് നൽകി ഹിദായത്ത് നൽകി അവരെ കൊണ്ടുവരുന്നവനാണ്, പുറത്തേക്ക് കടത്തുന്നവനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് ഖുർആനിൽ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു ഉസ്തജീബു ലില്ലാഹി വലിർ റസൂലി ഇദാ ദഅാകും ലിമാ യുഹ്യീകും. അള്ളാഹുവും പ്രവാചകനും നിങ്ങളെ ജീവിപ്പിക്കുന്നതിലേക്ക് ക്ഷണിക്കുമ്പോൾ നിങ്ങൾ ആ ക്ഷണത്തിന് ഉത്തരം നൽകുക എന്ന് പറഞ്ഞതാണ്. തുടർന്ന് വരുന്ന ആയത്തുകളിൽ 3 സംഭവങ്ങളാണ് പറയുന്നത്. അള്ളാഹു എപ്രകാരമാണ് ജീവിപ്പിക്കുന്നത് എന്നാണ് അള്ളാഹു അതിലൂടെ വിശദീകരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം. വാഹിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.